മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അബിൻ സർ. യെസ്, നമുക്കറിയാം ആനുവൽ എക്സാം ഇങ്ങ് അടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ആൻഷ്യൻ തമിഴകം. ഒരുപാട് കൺഫ്യൂസിങ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ആൻഷ്യൻ തമിഴകം. പക്ഷേ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ഉറപ്പ് തരാം, ഈ ചാപ്റ്ററിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഈ ചാപ്റ്റർ എത്രത്തോളം പഠിക്കാണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങളോളം ഈ ചാപ്റ്റർ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. ബട്ട് മക്കളെ, ഇതില് ഞാൻ പറഞ്ഞു തരുന്നു, ഇതില് ഈ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഈ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാം. നമുക്ക് സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, മാറ്റണം. അപ്പം ഈ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. സോ നമ്മൾ നോക്കുകയാണ്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ ലൈഫിനെ കുറിച്ച്, സാമൂഹിക ജീവിതത്തെ കുറിച്ചിട്ട്. നമുക്കറിയാം, പ്രാചീന തമിഴകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ നിൽക്കുന്ന ഈ പ്രദേശത്ത് നടന്ന സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ജീവിതത്തെ നമ്മൾ വിളിച്ചത് എന്തായിരുന്നു മക്കളുടെ പേര്? തിണകളായിരുന്നു. പല പാർട്ടുകളാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, അതിനെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പ്രാചീനിക തമിഴകത്തിലെ സാമൂഹിക ജീവിതത്തിൽ തിണകളുടെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. വ്യക്തമാക്കുക. എന്തായിരുന്നു തിണകൾ നോക്കാണ്. പ്രധാനമായിട്ടും തിണകൾ ഉള്ളത് ഈ 5 എണ്ണമാണ്. ഈ 5 എണ്ണം എൻ്റെ മക്കൾ പഠിച്ചേച്ച് പോകണം. ഇത് പഠിക്കാൻ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പഠിക്കുക. അഥവാ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. നെയ്മർ പാലേ പോയപ്പോൾ മനസ്സിലായി ഒരു വരണ്ട പ്രദേശമാണ്, ഒരുമാതിരി സ്ഥലമാണ്. പക്ഷെ വരണ്ട പ്രദേശമാണെങ്കിലും തൊട്ടപ്പുറത്ത് കുറച്ചുകൂടി നടന്നു പോയപ്പോൾ ഒരു ആളെ കണ്ട്. ആരറിയോ? മുല്ലപ്പൂ നിറമുള്ള കുറിഞ്ചി ചേച്ചിയെ ഇവിടെ ഒരു കാട്ടിൽ വെച്ചിട്ട് ഈ കഥ ആലോചിച്ചാൽ മതി. അത് കേട്ടോ, നമ്മളെ നെയ്മർ പാലേ പോയപ്പോൾ ഒരു വരണ്ട പ്രദേശമാണ്. ഒരു ഇഷ്ടപ്പെട്ടില്ല, ഗേൾഫ്രണ്ടിനെ കാണാൻ പോയതിന്. പക്ഷെ വരണ്ട പ്രദേശമാണ്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പം മുല്ലപ്പൂ നിറമുള്ള കുറിഞ്ചി ചേച്ചിയെ കാട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, നെയ്മർ കണ്ടു. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒരു പകുതി ആൻസർ നമുക്ക് കിട്ടി. ഇതാണ് ഓർഡർ. അപ്പം ആദ്യം നെയ്തൽ, പിന്നെ മരുതം, പിന്നെ പാലൈ, പിന്നെ മുല്ലൈ, പിന്നെ കുറിഞ്ചി. ഈ ഭൂഭാഗം കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൻ്റെ പ്രത്യേകതകളും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. നോക്കട്ടോ, അതിൽ ഒന്നാമതാണ് നെയ്തൽ എന്ന് പറഞ്ഞെങ്കിൽ നെയ്മർ വന്നിട്ടേ ഉള്ളൂ. നെയ്മർ കപ്പലിൽ വന്ന് അപ്പോൾ തീരദേശമാണ് ഈ നെയ്തൽ എന്ന സ്ഥലം, തീരദേശം. അവിടുത്തെ ആൾക്കാർക്കുള്ള പണി എന്താ അറിയോ? മീൻ പിടുത്തവും ഉപ്പ് നിർമ്മാണമാണ് ഈ നെയ്തൽ പ്രദേശത്തുള്ളത്. ഫിഷിംഗ് ആൻഡ് സാൾട്ട് പ്രൊഡക്ഷനാണ്. പിന്നെ മരുതത്തിന് പ്രദേശം വെച്ചാൽ ഒരു വയലാണ്. അവിടെ എന്താണ്, കൂടുതൽ ആൾക്കാരും കൃഷിയാണ് ചെയ്യാറുള്ളത്. വെറ്റ്ലാൻഡ് ആണ്. റൈസ് ആൻഡ് ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ആണ് അവിടുന്ന് ചെയ്യാറുള്ളത്. അപ്പം നെയ്മർ പാലയിൽ പോയപ്പം പാലയിൽ എന്ത് പ്രദേശം പറഞ്ഞു? വരണ്ട പ്രദേശം പറഞ്ഞു. ഡ്രൈ ലാൻഡ് ആണ്. അവിടുത്തെ ആൾക്കാർക്ക് എന്താ പണി വെച്ചിട്ടുണ്ടെങ്കിൽ കന്നുകാലി കവർച്ചയാണ്. പാലക്കാർക്ക് എന്താ പണി? സ്റ്റീലിംഗ് കാറ്റിൽസ് ആണ് അവിടുത്തെ ആൾക്കാർക്ക് പണി. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോഴാണ് മുല്ലപ്പൂ നിറമുള്ള മുല്ലൈ, അവിടുത്തെ പ്രദേശമുണ്ട്, പുൽമേടുകളുള്ള സ്ഥലമാണ്. അവിടുത്തെ ആൾക്കാർക്ക് എന്താ പണി? കന്നുകാലി വളർത്തലാണ്. അവിടെ എന്താണ്? ഗ്രാസ് ലാൻഡ് ആണ്. റിയറിങ് ഓഫ് കാറ്റിൽസ് ആണ് അവിടെ ചെയ്യാറുള്ളത്. പിന്നെയാണ് കുറിഞ്ചി. പിന്നെ അതിന് മുകളിൽ പ്രദേശമാണ് കുറിഞ്ചി. അവിടെ എന്താണ്? കാടും മലയും നിറഞ്ഞ പ്രദേശമാണ്. അവിടെ വനവിഭവ ശേഖരണവും നായാട്ടമാണ് അവിടെ നടക്കാറുള്ളത്. ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഫോറസ്റ്റ് റിസോഴ്സാണ്. സോ എൻ്റെ മക്കൾക്ക് എക്സാമിന് ചോദിക്കുക, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. നിങ്ങൾ എന്ത് ഷോട്ട് മാത്രം പഠിച്ചേക്കുക. നെയ്മർ പാലേ പോയി ഗേൾഫ്രണ്ടിനെ കാണാൻ, പക്ഷെ അത് വരണ്ട പ്രദേശമായിരുന്നു. കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പം മുല്ലപ്പൂ നിറമുള്ള കുറിഞ്ചി ചേച്ചിയെ കാട്ടിൽ വെച്ച് കണ്ടു. ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഇത് കൃത്യമായിട്ട് ഓർഡറിലാക്കാൻ ചോദിക്കും. എന്ത് ചെയ്യും അല്ലയാ? അതൊക്കെ നെയ്മർ വന്നല്ലോ. നെയ്മർ വന്ന് കപ്പലിലാണ് വന്നത്. അപ്പം നെയ്മർ കപ്പലിൽ വരുമ്പോൾ ആദ്യം കാണാൻ ഫിഷിംഗ് ആണ്. മരുതം ഏത് തന്നെയാണ്? മരുതത്തിൽ എന്താ പണി വെച്ചിട്ടുണ്ടെങ്കിൽ മരുതത്തിൽ പ്രധാനമായിട്ടും കൃഷിയാണ് നടക്കാറുള്ളത്. പിന്നെ അടുത്താണ് മുല്ലയിലെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗപരിപാലനമാണ്. ഇവിടെ എന്താണ്? ഹണ്ടിങ് ആണ്. എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. അപ്പം ഈ ഒരു ഓർഡർ എൻ്റെ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. അതേപോലെ എക്സാമിനേഷൻ ചോദിക്കുന്നതാണ്, ചുവടെ ചേർത്തിരിക്കുന്ന പേരുകൾ പ്രാചീന തമിഴകമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മോർണിംഗ് മാർക്കറ്റ് അഥവാ രാവിലെ ചന്ത.
രാവിലെ ചന്ത, ഈവനിങ് മാർക്കറ്റ് അന്തിച്ചന്ത ആൻഡ് പ്രാക്ടീസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഇതിന് എന്ത് പേരിൽ അറിയപ്പെടും? ആ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ത് പേര് അറിയപ്പെടും? ഇത് നമ്മൾ അറിയപ്പെടുക നൊടുതൽ എന്നാണ് അറിയപ്പെടുക, നൊടുതൽ. അപ്പം രാവിലെ ചന്തയും അന്തിച്ചന്തയും എന്ത് പേരിലാണ് അറിയപ്പെടാന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. സോ ഇന്ന് ഏർക്ക് ഒരു ലൈവ് ഉണ്ട്. എൻ്റെ മക്കളെല്ലാവരും ആ ലൈവിലേക്ക് വാ. നമ്മൾ ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള എല്ലാ കാര്യവും അവിടെ എന്ത് ചെയ്യുന്നതാണ്, സെറ്റപ്പ് ആക്കി പഠിപ്പിക്കുന്നതാണ്. മറക്കണ്ട കേട്ടോ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഷോർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാത്തവർ എന്ത് ചെയ്യുക, ലൈക്കും ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഏർക്ക് കാണാം. സോ ടാറ്റ ഓൾ ഓഫ് യു.